എന്റെ പൊന്നിയേട്ടാ, നിങ്ങളോട് എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്റെ പേര് സുധാകരൻ എന്നല്ല, എനിക്ക് 53 വയസ്സും ആയിട്ടില്ല. എന്റെ പേര് അലി എന്നാണ്. ഇനി ഈ പറഞ്ഞ പേരും പറഞ്ഞ എന്നെ വിളിക്കല്ലേ ഏട്ടാ. നീ എന്തിനാണ് എന്നെ ബ്ലോക്ക് ആക്കിയത്? കേട്ടില്ലേ? നീ എന്തിനാ എന്നെ ബ്ലോക്ക് ആക്കിയതെന്ന്? അല്ല, അപ്പൊ ഈ സംഭവിച്ചൊന്നും നീ അറിഞ്ഞില്ലേ? ഒന്നും നടക്കാത്ത പോലെ ഇത്ര കൂളായി സംസാരിക്കുന്നത്. എന്ത് സംഭവിച്ച്? അതിൽ ഇതാണോ ചെയ്യാ? ബ്ലോക്ക് ചെയ്തത് അല്ലാണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? മിനിഞ്ഞാ രാത്രി നിന്റെ അപ്പനും ബ്രദറും കൂടി വന്നിട്ടേ ഞങ്ങളെ ചുട്ടിക്കുട്ടിയൊക്കെ നീ അറിഞ്ഞില്ലേ? ഞാൻ തന്നോടല്ലേ ഇവരോട് സംസാരിക്കണേ, നീ മിണ്ടാതിരി. ഇവനായിട്ട് അടി ഷെയർ ചെയ്യാന്നുണ്ടെങ്കിലേ ഇവന് വേണ്ടി എനിക്ക് നിന്നോട് സംസാരിക്കും ചെയ്യാം, മനസ്സിലായില്ലേ? താൻ സംസാരിക്കേ പ്രസംഗിക്കേ എന്ത് വേണേലും ചെയ്തു, അത് എന്നോട് വേണ്ട. എനിക്ക് സംസാരിക്കാനേ നിന്റെ പെർമിഷൻ ആവശ്യമില്ല. നിർത്ത്. എന്ത് നിർത്താൻ? ഇവിടെ പറഞ്ഞില്ല നീ കൂൾ. അങ്ങനെ വേണം. എടി ഐഷു, നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? നമ്മൾ എത്ര കാലമായി പ്രേമിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു തന്തയും ഒരു സൈക്കോ ചേട്ടനും ഉള്ള കാര്യം നീ എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോ തല്ലും കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ പുറകിൽ നടക്കുവോ? എന്റെ ശരീരം എത്രത്തോളം കേടുവെന്ന് നിനക്ക്? നിന്റെ മാത്രമേ എന്റെയും കേടുന്നില്ല. ഇന്നലെ കിട്ടിയ അടി നിന്റെ ഏട്ടന്റെ കൈന്റെ വലിപ്പം, അമ്മോ. എടാ മനു, എല്ലാ പ്രണയത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ 1 or 2 വില്ലന്മാരും ഉണ്ടാവും. അത് ധൈര്യത്തിൽ നേരിടണം, അല്ലാതെ ഒളിച്ചോടല്ലേ വേണ്ടത്. അതാണ് ഇതിന് പ്രാന്താടാ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും സിനിമയില്. ഇത് റിയൽ ലൈഫാണ്. ഇടികൊണ്ട് ചാവാനേ ഞങ്ങളില്ല. നിന്റെ തന്തപ്പുഴ എന്താ പറഞ്ഞിട്ട് പോയിക്കണെന്ന് അറിയോ? ഇനി നിന്റെ നിഴൽവട്ടം വന്ന ഒന്ന് കൊല വിളിക്കുന്ന പറഞ്ഞാ ആ സൈക്കോ തന്ത പോയിരിക്കുന്നു. ഒന്ന് പോയി തരോ? കിട്ടിക്കൊണ്ട് ചാവാൻ വയ്യാത്തോണ്ടാ. ഒന്ന് പറയണ പോവാൻ. എന്റെ പൊന്നൈഷു, കിട്ടിയ അടിയുടെ വേദന ഇനിയും മാറിയിട്ടില്ല. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കും, അല്ലെങ്കിൽ അവന്മാർ ഇവിടെ വന്ന് ഞങ്ങൾക്കിട്ട് ചാമ്പും. ഞാനൊരു കാര്യം പറഞ്ഞോണ്ട് എനിക്ക് വിഷമമൊന്നും ആവരുത്. നമുക്ക് പിരിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അല്ല, ഇത് നിന്റെ ഉറച്ച തീരുമാനമാണ്? അതെ, 100 വട്ടം ഉറച്ച തീരുമാനം. നിനക്ക് നിന്റെ വഴി, ഞങ്ങക്ക് ഞങ്ങളുടെ വഴി. ഞാൻ നിന്നോടല്ല, ഇവൻ പറയട്ടെ. എന്നാ നീ പറയടാ. അവൻ പറഞ്ഞതന്നെ എന്റെ തീരുമാനം. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല, ഒന്നും നടന്നിട്ടുമില്ല. നീ നടന്ന ആവശ്യം. അപ്പൊ ഞാൻ നടക്കണല്ലേ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. മനു, നമ്മളേതായാലും പിരിയല്ലേ? നീ എന്റെ ഒരു ഗിഫ്റ്റ് വെച്ചോ.